ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തലിന് കാൽനാട്ടി. പോസ്റ്റർ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു. 17 മുതൽ 20 വരെ ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. 64ാമത് ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടത്തിയത്. ഇതോടനുബന്ധിച്ച് പോസ്റ്റർ പ്രകാശനവും നടന്നു. 17 മുതൽ 20 വരെ ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. പന്തലിന്റെ കാൽനാട്ട് കർമ്മം കാപെക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള നിർവഹിച്ചു. നമ്മളുടെ സ്കൂൾ യുവജനോത്സവങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആഘോഷപരമായും പ്രാധാന്യമുള്ളതായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വരുംകാല പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കുട്ടികളിൽ പുതിയ അവബോധം സൃഷ്ടിക്കുന്നതിനും നമ്മളുടെ സ്കൂൾ യുവജനോത്സവങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതിനെ കാലോചിതമായി ആ പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ അധ്യാപക സമൂഹവും വിദ്യാർത്ഥി സമൂഹവും എല്ലാം ആ നിലയ്ക്ക് ഏറ്റെടുക്കുകയാണ്. നമ്മളുടെ പ്രദേശത്ത് ഇതിനു മുമ്പും സബ് ജില്ലാ കലോത്സവങ്ങൾ നടന്നിട്ടുണ്ട്. ആ സബ് ജില്ലാ കലോത്സവം ഒരു സ്കൂൾ യുവജനോത്സവം എന്നുള്ളതിനുപരി ഒരു പ്രദേശത്തിൻ്റെ ഉത്സവമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പോസ്റ്റർ പ്രകാശനം കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ നിർവഹിച്ചു. കേരളത്തിലെ സ്കൂൾ കലോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ മത്സര ഇനങ്ങൾ പുതിയതായി കണ്ടെത്തി അതിനെല്ലാം ഉൾപ്പെടുത്തി വളരെ വിപുലമായ രീതിയിലാണ് ഇന്ന് ഈ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു മത്സരം എന്നതിനപ്പുറത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കൂടിച്ചേരലിന്റെയും എല്ലാം ഊഷ്മളത കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം പകർന്നു കൊടുത്തുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിൽ പെടത്തക്ക രീതിയിലാണ് നമ്മുടെ കലോത്സവം നടക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി മനോജ് കുമാർ, ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സന്ധ്യാകുമാരി, കെ കൃഷ്ണകുമാർ, കെ പ്രദീപ്, എസ് ഹാരിസ്, സി പുഷ്പൻ, മനോജ് കുമാർ, എഡ്ഗർ സക്കറിയാസ്, ബി ബിനു, ആർ ആദർശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.